കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷറി വണ്ടിയായിട്ട് വന്നേക്കണം. 2015 മോഡൽ റേഞ്ച് റോവർ ഡിസ്കവറി SC. വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതൊരു ഫുള്ളി ലോഡറായിട്ട് വന്നേക്കണം ലാൻഡ് റോവറിൻ്റെ റേഞ്ച് റോവർ ഡിസ്കവറി ആണ് വന്നേക്കണേ. വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ നിൽക്കുന്നത്. ഒറിജിനൽ കേരള രജിസ്റ്റേർഡ് തന്നെയാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പക്കാ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. ഫാൻസി നമ്പറാണ് വന്നേക്കണം. അതുകൂടാതെ തന്നെ മേജർ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വണ്ടിയിൽ കാണാനില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല, വണ്ടി ഓട്ടോമാറ്റിക്കാണ് വന്നേക്കണം. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ റെഡ് കളറും കൂടിയാണ്. റെഡ് കളർ റേഞ്ച് റോവർ വാഹനങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഭംഗിയും മാർക്കറ്റ് ഡിമാൻഡും കാര്യങ്ങളും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വാഹനമാണ്. ഇനി ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എഞ്ചിൻ ഭാഗം ടയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇവിടെയൊക്കെ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞു പോകും. പിന്നെ വണ്ടിനെ കുറിച്ച് ഇപ്പോൾ ലോൺ വേണ്ട സുഹൃത്തുക്കളാണെങ്കിൽ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഷോറൂമിൽ നിന്ന് ചെയ്തു തരുന്നുണ്ട്. വണ്ടി നിലവിൽ കിടക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയിലാണ്. അപ്പോൾ വാഹനം ഫുള്ള് കണ്ടിട്ട് വരാം. അതിന് ശേഷം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് റേഞ്ച് റോവർ ഡിസ്കവറി. അപ്പോൾ SC എഡീഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. റേഞ്ച് റോവറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ വണ്ടി റെഡ് കളറിലാണ് വന്നത്. ഡിസ്കവറിയാണ്. ഡിസ്കവറി ആകുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ഇവൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഓവറോൾ നമുക്ക് ആ ഒരു ബിൽഡും കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു സെയിം രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ സേഫ്റ്റിയും സ്റ്റാൻഡേർഡും പ്രിവിലേജും എല്ലാം തരുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഈ ഒരു ഡിസ്കവറി. അപ്പോൾ വണ്ടി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെഡ് കളറാണ്. റെഡാണ് ഇൻ ഡിമാൻഡ് വന്നേക്കുന്നത്. നമുക്ക് ഏതൊരു മോഡൽ ഇപ്പോൾ റേഞ്ച് റോവറിൻ്റെ എടുത്താലും റെഡിന് അതിൻ്റേതായ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സെയിം തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ സൈഡിലൂടെ SCയുടെ എഡിഷൻ TD4 സ്പോർട്ട് എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് വിശദമായിട്ട് തന്നെ വണ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് വണ്ടിയുടെ ജസ്റ്റ് ഒരു ഓവറോൾ വീഡിയോ സറൗണ്ടഡ് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. അപ്പോൾ വാഹനം കണ്ടോ, ഫ്രണ്ടും സൈഡും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഇവിടെ റൂഫ് നമുക്ക് ബ്ലാക്കാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ താഴേക്ക് ബോഡി പാർട്ടെല്ലാം റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല നീറ്റായിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇതാണ് ടോപ്പ് വ്യൂ വരുന്നത്. ഇനി ഓരോ ഭാഗങ്ങളേക്കും ക്ലോസ് ലുക്ക് നോക്കാം. വീലാർസ് നോക്കാം. വീലാർസ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ് നല്ല ഗ്രിപ്പ് ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ലാൻഡ് റോവറിൻ്റെ ബാഡ്ജിങ് കൂടി ഒന്ന് അലോയ്സ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ ബോണറ്റ് നോക്കാം. ബോണറ്റ് ആകുമ്പോഴും നമുക്കിത് ഇവിടെ റേഞ്ച് റോവറിൻ്റെ ഒരു ബാഡ്ജിങ്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇൻസേർട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ താഴെ നമുക്ക് ബമ്പേഴ്സ് ആയാലും യാതൊരു രീതിയിലുള്ളൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ബമ്പർ സൈഡിൽ കിട്ടുന്നില്ല കേട്ടോ. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് വീലാർസും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസും കൂടെ കാണാൻ പറ്റും. പിന്നെ നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും. 2 ഡോറായാലും നല്ല ക്ലീൻ ആയിട്ടുള്ള ഡോർസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കും. താഴെ നമുക്കൊരു റണ്ണിങ് ബോർഡ്, അവിടെ ഒരു ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ ഭാഗത്തെ ടയർ നോക്കാം. റിയർ ഭാഗത്തെ ടയറായാലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല ഗ്രിപ്പ് വരുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സൺ റൂഫും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെയും ഡിസ്കവറിയുടെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. യാതൊരു രീതിയിലുള്ളൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. റൈറ്റ് സൈഡിലെ ടയേഴ്സോ റിയർ ഭാഗത്തെ ടയർ നോക്കിയാലും ആ ഒരു നല്ല ക്വാളിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 ഡോറിലേക്കും വരാം. 2 ഡോറും കൂടെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. യാതൊരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഡോർ പാഡ്സൊക്കെ വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇൻറ്റീരിയറിൽ സീറ്റ്സും കാര്യങ്ങളും നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്കിനി സ്റ്റിയറിങ്ങിലേക്ക് വരാം. സ്റ്റിയറിംഗ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സ്റ്റിയറിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ഇവിടെയും കിട്ടുന്നില്ല. ഇവിടെ മിഡിൽ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡ്രൈവിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലാറ്റ്ഫോമൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, റൂഫും ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ വിശാലമായിട്ടുള്ള സൺ റൂഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ എന്താ പറയുക, എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോറിന്ന് ഓപ്പൺ ചെയ്യാം. റിയർ ഭാഗത്ത് ഡോറിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ ബിൽഡും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. സീറ്റ്സൊക്കെ നോക്കാം കേട്ടോ.
ന്യായമായിട്ടുള്ള ലെഗ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫായാലും ഞാൻ പറഞ്ഞ പോലെ സൺ റൂഫ് നമുക്ക് ബാക്ക് വരെ എക്സ്ട്രീം ബാക്ക് വരെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഡോറിന് ക്ലോസ് ചെയ്യാം. ഡോറിന് ക്ലോസ് ചെയ്തിട്ട് വണ്ടിയുടെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിവർ ഒന്ന് അപ്പ് ചെയ്യട്ടെ. ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു ഡീസൽ എൻജിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറ വളരെ സ്ലോയിലാണ് മൂവ് ചെയ്യണത്. എന്തെങ്കിലും ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണമെങ്കിൽ വിശദമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എഡ്ജസും കാര്യങ്ങളൊക്കെ നോക്കിക്കാം. ആപ്രോണിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഉണ്ടോ, ലിഡിലേക്ക് വരാം. എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ്സൊന്നുമല്ല, വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ ലിഡിലേക്ക് നോക്കാം. ലിഡിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. എന്തെങ്കിലും പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡും കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ബോണറ്റിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. ലിവർ ഒന്ന് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ്. കേട്ടോ, ഇഷ്ടംപോലെ സ്പേസ്. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ എന്തെങ്കിലും ഐറ്റംസ് കാര്യമാണെങ്കിൽ നമുക്ക് യാതൊരു കൺജഷനും കൂടാതെ സുഖമായിട്ട് വയ്ക്കാം. അതേപോലെ ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കേട്ടോ, നമുക്ക് എഡ്ജസ്റ്റിലേക്ക് നോക്കാം. എഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. കേട്ടോ, റൂഫായാലും ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ടയേഴ്സിലേക്ക് പോയേക്കാം. ടയേഴ്സൊക്കെ ഫുൾ ഗ്രിപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിന് ശേഷം ഇനി നമുക്ക് റേറ്റ് സംസാരിക്കാം. അങ്ങനെ നിങ്ങളെല്ലാവരും ഈ ഒരു ഡിസ്കവറി കണ്ടു കഴിഞ്ഞു. വണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. യാതൊരു രീതിയിലുള്ള മേജർ ആക്സിഡൻസോ കാര്യങ്ങളൊന്നുമില്ല. 2015 SC എന്ന എഡീഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ബാക്കിയുള്ള ഒരു ലക്ഷറി കാർസൊക്കെ വെച്ചുമ്പോൾ ശരിക്കും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ലാൻഡ് റോവർ, റേഞ്ച് റോവർ കാറ്റഗറി വാഹനങ്ങൾ. അപ്പോൾ ഡിസ്കവറി ആകുമ്പോൾ അതിലും യാതൊരു രീതിയിലുള്ള കുറവോ കാര്യങ്ങളും വരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും കൊണ്ട് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ഡിസ്കവറിയുടെ ആസ്കിംഗ് പ്രൈസ് 31.5 ലക്ഷം രൂപയാണ്. 31.50 ലാക്സ് ആണ്. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ നിങ്ങൾക്ക് വോയിസോ അല്ലെങ്കിൽ മെസ്സേജോ കാര്യങ്ങൾ അയക്കാം. അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ വണ്ടി കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലൂരാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും ഇങ്ങനത്തെ വാഹനങ്ങൾ മാത്രമല്ല ഒട്ടനവധി വാഹനങ്ങൾ വരും. അപ്പോൾ താങ്ക്